الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. ഏറെ ബഹുമാനമുള്ള സത്യവിശ്വാസിനികളെ, സൃഷ്ടികർത്താവും സർവ്വലോകനിയന്താവും സർവ്വ അനുഗ്രഹങ്ങളുടെയും ദാതാവുമായ അല്ലാഹുവിന്റെ വിധികളും വിലക്കുകളും യഥോചിതം പാലിച്ചു ജീവിക്കാൻ പരമാവധി പരിശ്രമിക്കണമെന്ന് ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. അള്ളാഹു നമുക്കെല്ലാവർക്കും അവന്റെ ദീനിന്റെ വഴിയിൽ മരണം വരെ അടിയുറച്ചു മുന്നോട്ടു പോകാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരന്മാരെ, നമ്മളുമായി സഹവസിക്കുന്ന ആളുകൾ നമ്മെ പഴിച്ചു പറയുന്നതും ശപിച്ചു പറയുന്നതുമൊന്നും നമുക്കൊരിക്കലും ഇഷ്ടപ്പെടാറില്ലെന്ന് മാത്രമല്ല, അത്തരം വാക്കുകളും അത്തരം പ്രവർത്തനങ്ങളും എന്തെല്ലാം മായ്ഞ്ഞുപോയാലും നമ്മുടെ മനസ്സുകളിൽ നിന്ന് മാഞ്ഞു പോകാത്ത വിധം വലിയ മുറിവുകളാണ് നമ്മിലത് വരുത്തുന്നത്. ഒരു മനുഷ്യന്റെ ശാപവാക്കുകൾക്ക്, മോശപ്പെട്ട നമുക്കെതിരെയുള്ള പ്രയോഗങ്ങൾക്ക് ഇത്ര വലിയ ഇമ്പോർട്ടൻസ് നമ്മൾ നൽകുന്നുണ്ടെങ്കിൽ, ആരുടെ അടിമയായിട്ടാണോ നമ്മൾ ഈ ഭൂമി ലോകത്ത് ജീവിക്കുന്നത്, ആരാണോ സദാസമയം നമുക്ക് വേണ്ടതെല്ലാം നൽകുന്നത്, ആ അല്ലാഹുവിന്റെ ശാപകോപത്തിന് നാം ഇരയാകുമോ എന്നത് എത്രത്തോളം നമ്മളെല്ലാവരും ചിന്തിക്കുന്നുണ്ട്, മനസ്സിരുത്തുന്നുണ്ട് എന്നത് ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ശപിക്കുന്ന, അവൻ കോപിക്കുന്ന, അവൻ വെറുപ്പോട് നോക്കിക്കാണുന്ന ചില ആളുകളെക്കുറിച്ച് ഇസ്ലാമിക പ്രമാണ ഗ്രന്ഥങ്ങൾ നമ്മൾ പഠിപ്പിക്കുമ്പോൾ, അള്ളാഹുവിന്റെ പ്രീതി ആഗ്രഹിച്ച് ഇതുപോലെ പള്ളിയിൽ ഒരുമിച്ച് കൂടിയിരുന്ന് റമദാനിൽ നോമ്പ് നോറ്റ് 5 നേരം നമസ്കാരം നിർവഹിച്ച് സാധ്യമാകുന്ന ഇബാദത്തുകൾക്കെല്ലാം പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന നമ്മൾ, അള്ളാഹുവിന്റെ കോപങ്ങൾ വരുത്തിവെക്കുന്ന അവൻ ശപിച്ച ആളുകളുടെ കൂട്ടത്തിൽ, ശപിക്കപ്പെട്ട പിശാച് എന്ന് നമ്മൾ പറയുമ്പോൾ ശപിക്കപ്പെട്ട മനുഷ്യരിൽ നമ്മൾ പെട്ടുപോകുന്നുണ്ടോ എന്ന് നാം പരിശോധിക്കേണ്ടതുണ്ട്. അള്ളാഹു ശപിച്ചാൽ, അള്ളാഹു ലഅനല്ലാ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അവന്റെ കാരുണ്യത്തിൽ നിന്ന്, പടച്ചറബിന്റെ റഹ്മത്തിൽ നിന്ന് അയാൾ അകറ്റപ്പെട്ടു എന്നാണ്. സ്വർഗത്തെ നോക്കിയിട്ട് അള്ളാഹു പറയുന്നുണ്ട് ഇതെന്റെ റഹ്മത്താണ് എന്ന്, നരകത്തെ നോക്കിയിട്ട് ഇതെന്റെ കോപമാണ് എന്നും പറയുന്നുണ്ട്. അള്ളാഹു റഹ്മത്തിൽ നിന്ന് അകറ്റുക എന്ന് പറയുമ്പോൾ ഏറ്റവും വലിയ റഹ്മത്ത് സ്വർഗമാണ്. ആ സ്വർഗത്തിൽ നിന്ന് അകറ്റപ്പെട്ടവരായി മാറുക എന്നതിനേക്കാൾ വലിയ നഷ്ടം ഈ ലോകത്ത് നമുക്ക് എന്താണുള്ളത്? അതോടൊപ്പം തന്നെ പടച്ച റബ്ബിന്റെ റഹ്മത്തില്ലാതെ നമുക്കൊരാൾക്കും ദുനിയാവിൽ ജീവിക്കാൻ കഴിയില്ല. അള്ളാഹുവിന്റെ റഹ്മത്ത് കൊണ്ട് മാത്രമാണ് നമ്മൾ ജീവിക്കുന്നത്. ദുനിയവിയായിട്ട് നാം അനുഭവിക്കുന്ന എല്ലാം പടച്ച റബ്ബിന്റെ റഹ്മത്താണ്. ദീനിയായിട്ട് പടച്ച റബ്ബ് നമുക്ക് നൽകിയ ഹിദായത്ത്, അൽ ഈമാൻ വൽ അമലു സ്വാലിഹ്,
ഇത് രണ്ടും യഥാർത്ഥത്തിൽ പടച്ചറബ്ബ് നമുക്ക് നൽകിയ നിഅമത്താണ്, റഹ്മത്താണ്. ഈ റഹ്മത്തെല്ലാം നീങ്ങിപ്പോകുന്നത് എത്ര ഗൗരവത്തിൽ നമ്മൾ കാണണം. അല്ലാഹു ഖുർആനിൽ പറയുന്നത് ഉലൈകല്ലദീന ലഅനഹുമുല്ലാഹ് വമൻ യൽഅനില്ലാഹ് ഫലൻ തജിദ ലഹു നസീറ. അല്ലാഹു അവരെയാണ് ശപിച്ചിരിക്കുന്നത്. ഏതൊരുവനെ അല്ലാഹു ശപിച്ചിരിക്കുന്നുവോ അവനെ സഹായിക്കാൻ ഒരാളെയും നിനക്ക് കണ്ടെത്താൻ സാധിക്കില്ല എന്നാണ്. അതുകൊണ്ട് അല്ലാഹുവിന്റെ ശാപത്തിന് പാത്രമായാൽ അവനെ സഹായിക്കാൻ ലോകം മുഴുവൻ ഒരുമിച്ച് ചേർന്നിട്ടും കാര്യമില്ലെന്ന് അല്ലാഹു പറയുമ്പോൾ വളരെ ഗൗരവത്തോടുകൂടെ ഈ ഒരു വിഷയത്തെ നമ്മളെല്ലാവരും കാണുകയും അല്ലാഹുവിന്റെ ശാപകോപങ്ങൾ ഉണ്ടാകുന്ന വിഷയങ്ങളെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മാറ്റിവെക്കുകയും ചെയ്യണം. ഏതൊരു കാര്യം എണ്ണുമ്പോഴും ആദ്യം നമുക്ക് എണ്ണാനുള്ളത് കുഫ്റും ശിർക്കും അതുപോലെ തന്നെ നമ്മുടെ വിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് ഇന്നല്ലാഹ ലഅനൽ കാഫിരീൻ വഅദ്ദ ലഹും സഈറ. അല്ലാഹു സത്യത്തെ തമസ്കരിക്കുന്ന, യഥാർത്ഥ വിശ്വാസത്തെ ഉൾക്കൊള്ളാതെ അതിനെ മറച്ചുവെക്കുന്ന, അതിനെ കളവാക്കുന്ന, അതിനെ അവഗണിക്കുന്ന സത്യനിഷേധികളെ അല്ലാഹു ശപിക്കുകയും അവർക്ക് വേണ്ടി നരകം ഒരുക്കി വെക്കുകയും ചെയ്തിരിക്കുന്നു എന്ന് അല്ലാഹു പറയുന്നുണ്ട്. ഷിർക്ക് അല്ലാഹുവിന്റെ ശാപം കിട്ടുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെ അന്ധമായ വിശ്വാസങ്ങൾ മനസ്സിൽ ഒളിപ്പിച്ചു വെക്കുകയും ഇസ്ലാമിക വിശ്വാസത്തോട് നിഷേധ സ്വഭാവം മനസ്സിൽ മറച്ചുവെക്കുകയും എന്നിട്ട് പുറമെ മുസ്ലിമായി ജീവിക്കുകയും ചെയ്യുന്ന കപടത, വിശ്വാസം പുറത്തു പറഞ്ഞ് അകത്ത് അവിശ്വാസവും അധർമ്മവും മോശപ്രവർത്തനങ്ങളും ഒളിപ്പിച്ചു വെക്കുന്ന കാപട്യം. അല്ലാഹു പറയുന്നുണ്ട് വയുഅദ്ദിബുൽ മുനാഫിഖീന വൽ മുനാഫിഖാത്തി വൽ മുശ്രികീന വൽ മുശ്രികാത്തി അദ്ദാനീന ബില്ലാഹ് ദന്ന സൗഇ. അല്ലാഹുവിനെക്കുറിച്ച് മോശം വിചാരം വെച്ചു പുലർത്തുന്ന കപടന്മാരും അതുപോലെ തന്നെ അല്ലാഹുവിൽ പങ്കു ചേർക്കുന്ന മുശ്രിക്കുകളും അലൈഹിം ദാഇറത്തു സൗഇ വഗളിബല്ലാഹു അലൈഹിം വലഅനഹും വഅദ്ദ ലഹും ജഹന്നം വസാഅത് മസീറ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ മേൽ തിന്മയുടെ ഒരു വലയമുണ്ടായതുകൊണ്ട് തന്നെ അവർക്ക് നേരെ അല്ലാഹു കോപിക്കുകയും അവരെ അല്ലാഹു ശപിക്കുകയും ചെയ്യും. കപടന്മാരെയും ബഹുദൈവ വിശ്വാസികളെയും അതുപോലെ തന്നെ സത്യനിഷേധികളെയും അല്ലാഹു ശപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുകയാണ്. എന്തുകൊണ്ടായിരിക്കണം? പ്രവാചകന്മാർ മരിക്കുമ്പോൾ മക്കളെ വിളിച്ചു, മക്കളെ ഇന്ന സ്ഥലം നിങ്ങൾ നോക്കണം, ഇന്ന കച്ചവടം നിന്നെ ഏൽപ്പിക്കുകയാണ്, എന്റെ മോളെ നീ നോക്കണം. ഇതൊന്നും പറയാതെ അം കുൻതും ശുഹദാ ഇദ് ഹദറ യഅഖൂബുൽ മൗത്ത് ഇദ് ഖാല ലിബനി മാ തഅബുദൂന മിൻ ബഅദി. എനിക്കു ശേഷം നിങ്ങൾ ആരെയായിരിക്കും വിളിച്ച് പ്രാർത്ഥിക്കുക എന്ന് ചോദിക്കാനുണ്ടായ കാരണം എന്താണ്? വഇദ് ഖാല ഇബ്രാഹിം റബ്ബി ജഅൽ ഹാദൽ ബലദ ആമിന വജ്നുബ്നി വബനിയ അൻ നഅബുദൽ അസ്നാം. അല്ലാഹുവേ, ഈ രാജ്യത്തെ നീ നിർഭയത്വമുള്ള രാജ്യമാക്കണേ, എന്നെയും എന്റെ മക്കളെയും വിഗ്രഹാരാധനയിൽ നിന്ന് നീ അകറ്റണേ എന്ന് പ്രാർത്ഥിക്കാനുള്ള കാരണം എന്താണ്? ആ ശിർക്കും കുഫ്റും ഒക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നു കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ശാപത്തിനും കോപത്തിനും നമ്മൾ പാത്രമാകും. അല്ലാഹുവിന്റെ ശാപത്തിനും കോപത്തിനും നമ്മൾ പാത്രമായാൽ ദുനിയാവിലും പരലോകത്തും നമുക്ക് പരാജയവും പ്രയാസവും ബുദ്ധിമുട്ടുമായിരിക്കും ഉണ്ടാവുക. അപ്പോൾ കുഫ്റും ശിർക്കും കാപട്യമാകുന്ന നിഫാഖും അല്ലാഹുവിന്റെ ശാപകോപത്തിനുള്ള കാരണമാണ് എന്നുള്ളതാണ്. ഇന്ന് സഹോദരന്മാരെ, സത്യം അറിഞ്ഞിട്ടും പുറത്തു പറയാൻ മടി കാണിക്കുന്ന ആളുകൾ, പലവിധ കാരണങ്ങൾ അതിനുണ്ടാകാം. അവരുടെ സാമ്പത്തിക വിഷയങ്ങൾ, അവരുടെ കുടുംബപരമായ വിഷയങ്ങൾ, അവരുടെ പ്രൊഫഷനുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, പല കാര്യങ്ങൾ കൊണ്ട് അവരുടെ സംഘടനാപരമായ തീരുമാനങ്ങളുടെ അടിസ്ഥാനത്തിൽ ചില തിരിച്ചറിഞ്ഞ സത്യങ്ങൾ പുറത്തു പറയാൻ മടിക്കുന്ന ആളുകളുണ്ട്. ഇന്നല്ലദീന യക്തുമൂന മാ അൻസൽനാ മിനൽ ബയ്യിനാതി വൽ ഹുദാ. അല്ലാഹുവിന്റെ പ്രമാണത്തിലുള്ള തെളിവുകളും അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്ന് വന്ന ഈ സന്മാർഗവും അത് മറച്ചുവെക്കുന്ന ആളുകൾ മിൻ ബഅദി മാ ബയ്യന്നാഹു ലിന്നാസ് ഫിൽ കിതാബ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മാർഗദർശനം വിശദമാക്കി കൊടുത്തതിന് ശേഷം ഈ സത്യത്തെ മറച്ചുവെക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഉലൈക യൽഅനുഹുമുല്ലാഹ് വയൽഅനുഹുമുൽ ലാഇനൂൻ. അവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല ശപിക്കും. അതുകൊണ്ട് തന്നെ ശപിക്കുന്നവരൊക്കെയും അവരെ ശപിക്കും. അല്ലാഹ് ഇഷ്ടപ്പെട്ടാൽ ആകാശ ലോകത്തുള്ള മലായികത്തുകൾ മുഴുവൻ ആ മനുഷ്യനെ ഇഷ്ടപ്പെടും. അല്ലാഹ് ശപിച്ചാൽ അല്ലാഹുവിന്റെ കൂടെ മലക്കുകൾ എല്ലാവരും ആ മനുഷ്യനെ ശപിക്കുമെന്ന് പറയുമ്പോൾ മലക്കുകളെല്ലാം അല്ലാഹുവിന്റെ റഹ്മത്തിൽ നിന്ന് ആ മനുഷ്യനെ അകറ്റാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കും. പടപ്പുകളെല്ലാവരും അവർക്കെതിരെ പ്രാർത്ഥിക്കും. അതുകൊണ്ട് തന്നെ മലക്കുകളുടെ പടപ്പുകളുടെ അല്ലാഹുവിന്റെ ശാപത്തിൽ നിന്ന് മുക്തമാകാൻ സഹോദരന്മാരെ, സത്യം അത് ബോധ്യപ്പെട്ടത് ഉൾക്കൊള്ളാനും അത് മറ്റുള്ളവർക്ക് അതുപോലെ തന്നെ പകർന്നു കൊടുക്കാനുമാണ് നാം എല്ലാവരും ശ്രമിക്കേണ്ടത്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയാണ്, ഖുർആനിൽ ഒരു ആയത്തില്ലായിരുന്നുവെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഒരു ഇൽമും പറഞ്ഞു തരുമായിരുന്നില്ല.
ഒരു ഇൽമും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുമായിരുന്നില്ല. ഏതാണ് ആയത്ത്? വിശുദ്ധ ഖുർആനിന്റെ 2-ാം അധ്യായത്തിലെ 159-ാമത്തെ നേരത്തെ ഓതിവെച്ച ആയത്താണ്. അതുകൊണ്ട് അള്ളാഹു അവതരിപ്പിച്ചിട്ടുള്ള സത്യത്തെ മറച്ചുവെക്കുന്നത് ജൂത ക്രൈസ്തവരുടെ സ്വഭാവമായിരുന്നു. ആ സ്വഭാവം പേറുന്നവർക്ക് അള്ളാഹുവിന്റെ ശാപമുണ്ട് എന്നാണ്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം, നമ്മൾ ഏറ്റവും നമ്മുടെ ജീവിതത്തിൽ ആദരിക്കേണ്ട, ബഹുമാനിക്കേണ്ട, സ്നേഹിക്കേണ്ട, വിശ്വാസപരമായി നമ്മൾ പിൻപറ്റേണ്ട ആളുകളാണ് നമ്മുടെ സ്വഹാബത്ത്. ആ സ്വഹാബത്തിനെക്കുറിച്ച് മോശമായ ചിത്രീകരണങ്ങളും വിവരണങ്ങളും നടത്തലാണ് പണ്ട് മുതൽക്കേ ഇസ്ലാമിലെ അവാന്തര വിഭാഗങ്ങൾ ചെയ്തു പോകുന്നത്. ഷിയാക്കളുടെ ഒരു മഹദി വരാനിരിക്കുന്നു എന്നും അദ്ദേഹം വന്നിട്ടുണ്ട് എന്നും അയാൾ വന്നു കഴിഞ്ഞാൽ ആദ്യം ചെയ്യുന്നത് പരിശുദ്ധ മദീനയിൽ വന്ന് അബൂബക്കർ സിദ്ദീഖിനെയും ഉമർ ഖത്താബിനെയും ജീവൻ കൊടുത്ത് അവരെ വീണ്ടും കൊന്നുകളയുകയായിരിക്കും ചെയ്യുക എന്നും അവർ കാഫിറുകളാണ് എന്നുമൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ജൽപ്പനങ്ങൾ. സ്വഹാബത്തിന്റെ കാലത്ത് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹുവിന്റെ ആ ഷഹാദത്തിന് ശേഷം ഫിത്നയുടെ ഡോർ തല്ലി തകർക്കപ്പെട്ട ആ പ്രവാചകന്റെ പ്രവചനം നടക്കുകയാണ്. അവിടെ ഖുർആൻ മനഃപ്പാഠമാക്കിയവരുടെ കയ്യാലാണ് പല സ്വഹാബത്തും മരണപ്പെട്ടു പോയത്. എന്തേ കാരണം? ഇത്തരത്തിലുള്ള സ്വഹാബത്തിനെതിരെയുള്ള പ്രചാരണങ്ങളും അതുപോലെ തന്നെയുള്ള വ്യാജ വാർത്തകളുമൊക്കെ പ്രചരിച്ചതിന്റെ ഭാഗമായിട്ടാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, മൻ സബ്ബ അസ്ഹാബി ഫഅലൈഹി ലഅനത്തുല്ലാഹി വൽ മലായികത്തി വന്നാസി അജ്മഈൻ. എന്റെ സ്വഹാബത്തിന് ആരാണോ ചീത്ത വിളിക്കുന്നത് അവരെ അല്ലാഹുവും മലക്കുകളും മനുഷ്യകുലവും ഒന്നടങ്കം ശപിക്കുമെന്നാണ് പറയുന്നത്. ഇന്നും ഇസ്ലാമിക ആചാരങ്ങളിലേക്ക് ഈ ശീഇസത്തിന്റെ പലവിധ വേരുകളും പലവിധ വിശ്വാസങ്ങളും പലവിധ ധാരണകളും നമ്മുടെ ഈ മലയാളക്കരയെയും ബാധിച്ചതിന്റെ ഫലമായിട്ട് ഈ മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ട പല ഇസ്ലാമിക പുസ്തകത്തിലും സ്വഹാബത്തിനെതിരെയുള്ള ഇത്തരത്തിലുള്ള അപവാദങ്ങളുണ്ട്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ധാരാളം ഹദീസ് റിവായത്ത് ചെയ്തതിന് അദ്ദേഹത്തിന് കമ്മീഷൻ കിട്ടാറുണ്ടായിരുന്നുവെന്നും അദ്ദേഹം ഒരുപാട് കള്ളക്കഥകൾ എഴുതിയുണ്ടാക്കിയിട്ടുണ്ട് ആ കമ്മീഷൻ കിട്ടാൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അറബിയിലെ ഷിയാക്കളുടെ പുസ്തകങ്ങൾ മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സ്വഹാബത്തിനെ ചീത്ത വിളിക്കുന്ന, പഴി പറയുന്ന ഒരു സാഹചര്യം ഒരിക്കലും ഉണ്ടാകരുത്. അത് കപടതയുടെ ഒരു ലക്ഷണം കൂടെയാണ്. അപ്പൊ സ്വഹാബത്തിന് നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രാധാന്യം നമ്മൾ കൊടുക്കുക എന്നുള്ളതാണ്. മറ്റൊന്ന് സഹോദരന്മാരെ, അള്ളാഹുവിനെയും റസൂലിനെയും ദ്രോഹിക്കുക. അള്ളാഹുവിനെയും റസൂലിനെയും എങ്ങനെയാണ് ദ്രോഹിക്കൽ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അള്ളാഹ്ക്കൊരു കുട്ടിയുണ്ട് എന്ന് വാദിക്കൽ അള്ളാഹിനെ ദ്രോഹിക്കുന്നതിന് തുല്യമാണ്. അന്തരീക്ഷത്തെ ലാ തസുബ്ബു ദഹ്ർ, നിങ്ങൾ കാലത്തെ ശപിക്കരുത്. കാലത്തെ ശപിച്ചു പറയൽ അള്ളാഹുവിനെ ശപിക്കുന്നതിന് തുല്യമാണ് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ വഹയിന്റെ അടിസ്ഥാനത്തിൽ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും അള്ളാഹുവിനെയും ദ്രോഹിക്കുക എന്നത് ഒരിക്കലും നമുക്ക് പാടില്ലാത്തതാണ്. അവർ നമ്മൾക്ക് പഠിപ്പിച്ചു തന്ന കാര്യങ്ങളെ ശരിയാം വിധത്തിൽ നമ്മൾ മനസ്സിലാക്കുകയും അത് ഉൾക്കൊള്ളുകയും ചെയ്യാൻ നമ്മൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. ഇന്ന് ആളുകൾക്ക് വികാരത്തെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. എന്തെങ്കിലും ഒന്നുണ്ടായി രണ്ടാമത്തേതിന് ആയുധമെടുക്കുകയാണെന്ന് ചെയ്യുന്നത് അല്ലെ. വെറുതെ അനാവശ്യമായ വിഷയത്തിൽ പോലും കൊലപാതകങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം, മൻ അശാറ ഇലാ അഖീഹി ബിഹദീദത്തിൻ ഫഇന്നൽ മലായികത തൽഅനുഹു ഹത്താ വഇൻ കാന അഖാഹു ലിഅബീഹി വഉമ്മിഹി. ആരെങ്കിലും തന്റെ സഹോദരന് നേരെ ആയുധം ചൂണ്ടിയാൽ മലായികത്തുകൾ അഖിലവും അവന് ശാപപ്രാർത്ഥന നടത്തുമെന്നാണ് പറയുന്നത്. അവൻ ആരുടെ നേർക്ക്? തന്റെ സഹോദരന് നേർക്കാണെങ്കിലും തന്റെ പാരന്റ്സിന് നേർക്കാണ് ആയുധം ഏന്തുന്നത് എങ്കിൽ പോലും അയാളുടെ സംരക്ഷണത്തിലുള്ളവരെയാണ് അയാൾ ആയുധം കൊണ്ട് നോവിക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ പോലും അള്ളാഹുവിന്റെ മലക്കുകളുടെയും ശാപം അയാളുടെ പേരിൽ ഉണ്ടാകുമെന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തുകയും ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. നോക്കൂ, നിങ്ങൾ ജീവിതത്തിൽ എല്ലാവരുടെയും ഒരു ആഗ്രഹമാണ് ഉംറ നിർവഹിക്കുക, ഹജ്ജ് നിർവഹിക്കുക എന്നൊക്കെ പറഞ്ഞാൽ. ഈ ഉംറയും ഹജ്ജും നിർവഹിക്കാൻ പോകുന്ന അധികം ആളുകളും അവിടെ ചെന്നാൽ ചെയ്യുന്നത് ബിദ്അത്തുകളാണ്. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പരിശുദ്ധ ഹറമൈനികളിൽ പ്രത്യേകിച്ച് മദീനയിൽ അവിടെ ബിദ്അത്ത് ചെയ്യുന്ന ആളുകളെ പ്രത്യേകം ശപിച്ചതായിട്ട് ഹദീസിൽ പറഞ്ഞിട്ടുണ്ട്. ഫമൻ അഹ്ദസ ഫീഹാ ഹദസ ഔ ആവാ മുഹ്ദിസൻ ഫഅലൈഹി ലഅനത്തുല്ലാഹി വൽ മലായികതി വന്നാസി അജ്മഈൻ എന്ന് ഹദീസിൽ വന്നത് നമുക്ക് കാണാൻ സാധിക്കും. പരിശുദ്ധ ഹറം അത് ഏറെ പരിപാവനമാണ്. അവിടെ പുത്തനാചാരം ബിദ്അത്ത് ചെയ്യുകയോ അത് ചെയ്യുന്നവർക്ക് അഭയം നൽകുകയോ ചെയ്യുന്നവർക്ക് അള്ളാഹുവിന്റെ ശാപകോപങ്ങളുണ്ടെന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം. എത്ര കബറുകളാണ് കെട്ടിപ്പൊക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ആളുകൾ ആവശ്യങ്ങൾക്ക് വേണ്ടി അവിടങ്ങളിൽ സന്ദർശിക്കുകയാണ്. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാക്ക്, ലഅനല്ലാഹു ഖൗമൻ ഇത്തഖദു ഖുബൂറ അംബിയാഇഹിം മസാജിദ. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ റഹ്മത്തിൽ നിന്ന് ആട്ടി അകറ്റിയ വിഭാഗമാണ് ആര്?
തന്റെ പ്രവാചകന്മാരുടെ ഖബറിടങ്ങളെ ആരാധനാ കേന്ദ്രമാക്കിയവർ. ലഅനത്തുല്ലാഹി അൽ യഹൂദി വൻ നസാറ ഇത്തഖദു ഖുബൂറ അംബിയാഇഹിം മസാജിദ. ജൂത ക്രൈസ്തവരെ അല്ലാഹു ശപിച്ചിരിക്കുന്നു. എന്തേ? അവർ അവരുടെ പ്രവാചകന്മാരുടെ ഖബറിടത്തെ ആരാധനയുടെ കേന്ദ്രമാക്കി മാറ്റിയിരിക്കുന്നു എന്നുള്ളതാണ്. സഹോദരന്മാരെ, ഖബറിടത്തിൽ നമുക്കുള്ള ആരാധന എന്താണ്? ഖബർ സന്ദർശിക്കണം. ഫഇന്നഹ തുദക്കിറുകുൻ മൗത. അത് നിങ്ങൾക്ക് മരണത്തെ, ആഖിറത്തിനെ ഓർമ്മപ്പെടുത്താൻ അത് സഹായകമാണ്. നിങ്ങളുടെ മരിച്ചുപോയ ബന്ധുക്കൾക്ക്, സഹോദരങ്ങൾക്ക്, നാട്ടുകാർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാനുള്ള ഒരു അവസരമാണ് ഇതൊക്കെ. പക്ഷേ ഇന്നതല്ല നടക്കുന്നത്. അവിടെ കത്തപ്പുര കെട്ടി പ്രത്യേകമായ ആചാരങ്ങൾ, അതിന് പ്രത്യേക ഫീസും നിശ്ചയിച്ചിരിക്കുകയാണ്. പലവിധ ഖബറിടങ്ങളും ലേലത്തിൽ വിറ്റിരിക്കുകയാണ്. എന്നിട്ട് ആ ലേലം ഏറ്റെടുത്ത ആളുകൾ അവർക്ക് തോന്നുന്നതെല്ലാം അവിടെ ചെയ്ത് ആളുകളുടെ വിശ്വാസത്തെ ചൂഴ്ന്നെടുക്കുന്ന ഒരവസ്ഥ. ഇതൊക്കെ സ്വന്തം മക്കളെ തീറ്റിക്കുന്ന, സ്വന്തം ദർസിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളെ തീറ്റിക്കുന്ന ആളുകളുടെ ഈമാൻ നമ്മളൊന്ന് പരിശോധിക്കണം. അതുകൊണ്ട് കബറിടത്തിൽ എടുപ്പുണ്ടാക്കുന്നത്, അവിടെ കയറിയിരിക്കുന്നത്, അവിടെ എഴുത്തുകുത്തുകൾ നടത്തുന്നത്, അവിടെ ആരാധനാ കേന്ദ്രങ്ങളാക്കി മാറ്റുന്നത് ഇസ്ലാം വിലക്കിയിട്ടുണ്ട്. അള്ളാന്റെ ശാപകോപങ്ങൾക്ക് വിധേയമാക്കപ്പെടും. അള്ളാഹുമായുള്ള കരാറ് ലംഘിക്കുക, പടച്ചിറപ്പ് ചേർക്കാൻ പറഞ്ഞ ബന്ധങ്ങൾ ചേർക്കുക. അല്ലെ, പടച്ചിറവ് ചേർക്കാൻ പറഞ്ഞ ബന്ധങ്ങൾ, മാതാപിതാക്കള്, മക്കള്, സഹോദരങ്ങൾ, കൂട്ടുകുടുംബങ്ങള്, വിശ്വാസികൾ പരസ്പരമുള്ള അങ്ങനെ ചേർക്കാൻ പറഞ്ഞ ബന്ധങ്ങൾ വിച്ഛേദിക്കുക. ഭൂമിയിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കുക. ഈ 3 കേസും ഖുർആനിലെ ഒരു ആയത്തിൽ അല്ലാഹു പറഞ്ഞിട്ടുണ്ട്. വല്ലദീന യൻഖുദൂന അഹ്ദല്ലാഹ് മിൻ ബഅദി മീസാഖി വയഖ്തഊന മാ അമറല്ലാഹു ബി അൻ യൂസല വയഫ്സിദൂന ഫിൽ അർദ് ഉലൈക ലഹുമുൽ ലഅന വലഹും സൂഉദ്ദാർ. അല്ലാഹുമായുള്ള കരാർ, അള്ളാഹിനെ മാത്രം ആരാധിക്കുകയും പടച്ചിറപ്പിന് വഴിപ്പെട്ട് ജീവിക്കുകയും ചെയ്യുമെന്ന് ആ കരാറ് ലംഘിക്കുന്ന ആളുകൾ, അള്ളാഹുവിന്റെ പേരിൽ നമ്മൾ പടപ്പുകളുമായി നടത്തിയ വല്ലാഹി എന്ന് പറഞ്ഞ് നമ്മൾ നടത്തിയ കരാറുകൾ, അങ്ങനെ എല്ലാ തരത്തിലുമുള്ള കരാറുകൾ ലംഘിക്കുന്ന ആളുകൾ, ബന്ധം വിച്ഛേദിക്കുന്ന ആളുകൾ, ചെറിയ ചെറിയ കാരണത്തിന്റെ പേരിൽ ജ്യേഷ്ഠാനുജന്മാർ, മാതാപിതാക്കൾ അകന്നു കഴിയുന്ന ആളുകൾ, അതുപോലെ തന്നെ ഭൂമിയിൽ കുഴപ്പങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന ആളുകൾ, ഇവർക്കൊക്കെ അള്ളാഹുവിന്റെ ശാപകോപമുണ്ട് എന്ന് അള്ളാഹുവിന്റെ ഖുർആനിൽ അള്ളാഹു പച്ചക്ക് നമ്മളെ പഠിപ്പിച്ചിരിക്കുകയാണ്. മനഃപൂർവ്വമുള്ള കൊലപാതകം അള്ളാഹുവിന്റെ ശാപത്തിന് കാരണമാണെന്ന് ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും, വിശുദ്ധ ഖുർആനിൽ കാണാൻ സാധിക്കും. ഇന്ന് എല്ലാവർക്കും തങ്ങളുടെ കാര്യങ്ങൾ എളുപ്പത്തിൽ നേടാനുള്ള ഒരു വഴിയായിട്ട് കാണും. ഇപ്പൊ കാറെടുക്കണം, വീട് വെക്കണം, കുട്ടികളെ കോഴ്സിന് ചേർക്കണം, അല്ലെ, നമുക്കൊരു ഫോൺ വാങ്ങണം. ഇതിനൊക്കെയുള്ള വഴി എന്താ? ഇതാ, 0 ഡൗൺ പേയ്മെന്റിൽ നിങ്ങൾക്ക് കാർ ഇറക്കാം, അല്ലെ, ഇത്ര വളരെ ചെറിയ EMI മാത്രം. പരസ്യം കണ്ട് ആളുകൾ 5 പൈസ ഇല്ലാതെ രേഖകളും കൊണ്ട് പോവാണ്. എന്നിട്ട് ആളുകൾ എന്ത് ചെയ്യാണ്? ലോൺ എടുത്ത് അല്ലെങ്കിൽ അടവിനിട്ട് ഒക്കെ വാഹനങ്ങൾ വാങ്ങുകയാണ്. എന്നിട്ട് വളരെ ചെറിയ പലിശ നിരക്ക് എന്ന് പറഞ്ഞിട്ട് അതിന് പുതിയ പേരുകൾ വെച്ചിട്ട് ആ പലിശ ഇങ്ങനെ അടച്ചുകൊണ്ടിരിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലഅന റസൂലുള്ളാഹ് ആകിലുർ റിബ വ മുകിലഹു വ കാതിബഹു വ ഷാഹിദൈ. പലിശയുമായി ബന്ധപ്പെട്ട എന്ത് ഇടപാടുണ്ടോ അത് എല്ലാം ഹറാമാണ്, ശാപവിധേയമാണ്. അതുകൊണ്ട് നമ്മുടെ സമ്പത്ത് അത് ഹലാലായ സമ്പത്താണ്. നമ്മുടെ മൂലധനം അത് ഹലാലായ സമ്പത്താണ്. പലിശ അതിൽ കടന്നുകൂടുന്നില്ല എന്ന് ഉറപ്പിക്കണം. ഇന്ന് നമ്മുടെ ഫണ്ട് വരുന്നത് ബാങ്കിലേക്കാണ്, നമ്മളത് ട്രാൻസ്ഫർ ചെയ്യുന്നത് ബാങ്ക് വഴിയാണ്, നമ്മുടെ ശമ്പളങ്ങൾ മറ്റുമൊക്കെ വരുന്നത് ബാങ്കിലേക്കാണ്. അപ്പൊ അതിൽ അടിഞ്ഞുകൂടുന്ന പലിശയുടെ എമൗണ്ടിനെ വേർതിരിച്ചതിൽ നിന്ന് മാറ്റിയെടുക്കാൻ, സമ്പത്തിനെ നശിപ്പിക്കുന്ന അതിലെ മാരകമായ ഒരു കമ്പ്യൂട്ടറിലെ വൈറസ് കണക്കെയാണ് യഥാർത്ഥത്തിൽ പലിശ എന്ന് പറയുന്നത്. അതിനെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റിവെച്ചുകൊണ്ട് വേണം നമുക്ക് മുന്നോട്ട് പോകാൻ, ഉള്ളതുകൊണ്ട് ജീവിക്കാനും പലിശയില്ലാത്ത ഇടപാടുകളിൽ, ബിസിനസ്സുകളിൽ, ഏർപ്പാടുകളിൽ മുഴുകുവാനുമുള്ള ഒരു തന്റേടമാണ് വിശ്വാസികളായി നമ്മൾ കാണിക്കേണ്ടത്. അതുമായി ബന്ധപ്പെട്ട ഒരുപാട് ന്യായങ്ങളാണ് ആൾക്കാർക്കുള്ളത്. എന്ത് ന്യായം പറഞ്ഞാലും അല്ലാഹു സുബ്ഹാനഹു വ തആല ശപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ പിന്നെ അതിനേക്കാൾ വലിയൊരു കാര്യം ഇല്ലല്ലോ. അതുകൊണ്ട് ആ വിഷയത്തിൽ നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കുക. മറ്റൊരു കാര്യം, മാതാപിതാക്കളെ പരിചരിക്കാതിരിക്കുക, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് കേട്ടിട്ട് സ്വലാത്ത് ചെല്ലാതിരിക്കുക, അതുപോലെ തന്നെ റമദാൻ കിട്ടിയിട്ട് നന്നാവാണ്ടിരിക്കുക. ഇതൊക്കെ നമ്മുടെ റമദാനിന്റെ സമയത്ത് പറഞ്ഞൊരു ഹദീസാണ്. മിമ്പറിൽ കയറുമ്പോൾ ജിബ്രീൽ പ്രാർത്ഥിച്ചതും റസൂലുള്ളാഹി ആമീൻ പറഞ്ഞതൊക്കെ. നമ്മുടെ മാതാപിതാക്കളെ പോറ്റി വളർത്തേണ്ട ചുമതല നമുക്കാണുള്ളത് എന്ന ബോധം നമ്മളെല്ലാവരും ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. ഇതുപോലെ തന്നെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ ദഅ റജുൽ ഇംറഅതഹു ഇലാ ഫിറാശി ഫഅബത് അൻ തജീഅ ലഅനതഹുല്ലാഹുൽ മലായിക ഹത്താ തുസ്ബിഹ്. ഒരു സ്ത്രീയെ തന്റെ ഭർത്താവ് തന്റെ കാര്യത്തിന് വേണ്ടി ക്ഷണിക്കുമ്പോൾ അവൾ വല്ല ന്യായവും പറഞ്ഞതിൽ നിന്ന് മാറി നിന്നാൽ, വിസമ്മതം പ്രകടിപ്പിച്ചാൽ, നേരം വെളുക്കുവോളം മലക്കുകൾ അവൾക്കെതിരെ ശപിച്ചു പ്രാർത്ഥിക്കുമെന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ അയൽവാസികളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടിയും
മലക്കുകൾ എതിരെ പ്രാർത്ഥിക്കുമെന്ന് ഹദീസുകളിലുണ്ട്. ശപിച്ച് പ്രാർത്ഥിക്കുന്ന മുഴുവൻ ആളുകളും ശപിച്ച് പ്രാർത്ഥിക്കും എന്ന് പറയുന്നുണ്ട്. കുടുംബത്തിൽ നമ്മൾ ഭാര്യ ഭർത്തൃ ബന്ധത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ബർക്കത്ത് വെച്ചൊരു ബന്ധമാണ്. പക്ഷെ അവിടെ ലൈംഗികമായി അവരുമായി നമ്മൾ സമീപിക്കുമ്പോൾ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കിയ കാര്യങ്ങൾ കടന്നു വരാതിരിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മൽഊനുൻ മൻ അതാ ഇംറഅതുഹു ഫീ ദുബ്രിഹാ, ഒരാൾ ഒരു സ്ത്രീയുടെ പിൻദ്വാരത്തിലൂടെ അവളുമായി തന്റെ ശാരീരിക സുഖം നേടാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, അതിന് ശ്രമിക്കുന്നുവെങ്കിൽ അവൻ മൽഊനാണ്, ശാപവിധേയനാണ് എന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത്തരം ചില ഹദീസുകൾ ഇസ്ലാമിക പ്രമാണങ്ങളിലുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് ജനങ്ങളെ പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ പഠിപ്പിച്ച ഒരു ബേസ്, ഹക്ക് പറയുന്നിടത്ത് അല്ലാഹു ലജ്ജിക്കാറില്ല എന്നാണ്. തന്റെ ഭർത്താവിന്റെ ലൈംഗിക ശേഷിക്കുറവിനെ കുറിച്ച് വന്ന് ചോദ്യം ചോദിച്ച സ്ത്രീയോടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പറഞ്ഞത്. ഹക്ക് പറയാൻ അല്ലാഹു ലജ്ജിക്കുന്നില്ല. ഇന്നത്തെ കാലത്ത് വൈവിധ്യമാർന്ന തരത്തിലുള്ള ടൂൾസ് ആൻഡ് മെറ്റീരിയൽസ് ആളുകൾക്ക് ലഭ്യമായതുകൊണ്ട് തന്നെ ദാമ്പത്യ ജീവിതത്തിൽ പ്രവേശിക്കുന്ന ആളുകൾ ഒരുപാട് മിഥ്യാധാരണയുമായിട്ടാണ് ദാമ്പത്യ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നത്. അവർ കണ്ടു തീർത്ത മോശപ്പെട്ട ചിത്രീകരണങ്ങളിലുള്ളതാണ് ബെഡ്റൂമിൽ നടക്കേണ്ടത് എന്ന് വിചാരിച്ച് മുന്നോട്ട് പോകുന്ന ആളുകളുണ്ട്. അത് ഒരു ഇൻഡസ്ട്രിയാണ്. അത് കോടികൾ സമ്പാദിക്കുന്ന ഒരു ഇൻഡസ്ട്രിയാണ്. അതിൽ വഞ്ചിതരാകുന്നവർ അതിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചില്ലെങ്കിൽ അവർക്ക് ദാമ്പത്യ ജീവിതം നഷ്ടപ്പെട്ടു പോകും. മോശപ്പെട്ട തരത്തിലുള്ള വീഡിയോകളും മറ്റു കാര്യങ്ങളും കണ്ടു തീർത്ത് അത് ബെഡ്റൂമിൽ പയറ്റാൻ ശ്രമിക്കുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. മതപരമായി ഇത്തരം ഭവിഷ്യത്തുകളും അതിലൂടെ ഉണ്ടാകുന്നുണ്ട്. മാത്രവുമല്ല ആരോഗ്യപരമായി ഒരുപാട് ഡാമേജാണ് ഇത്തരം ബന്ധങ്ങൾക്കുണ്ടാകുന്നത് എന്ന് പലപ്പോഴും പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. സ്വവർഗ സംഭോഗത്തിൽ ഏർപ്പെടുന്നവർക്കൊക്കെ ഇത്തരം മലാശയുമായി ബന്ധപ്പെട്ടും മറ്റു കാര്യങ്ങൾ ലൈംഗികമായി ബന്ധപ്പെട്ടൊക്കെ ഒരുപാട് രോഗങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ആ വിഷയങ്ങളിലൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ശാപകോപങ്ങൾ ലഭിക്കാതിരിക്കാനുള്ള നല്ല ജാഗ്രത നമ്മൾ കാണിക്കുക. അല്ലാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അല്ലാഹുവിനെ സൂക്ഷിക്കണമെന്ന് ഒരിക്കൽ കൂടെ ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. സൗന്ദര്യത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന ഒരു കാലത്താണ് നമ്മളുള്ളത്. ആളുകൾ ഓരോരുത്തരും അവരവരുടെ സൗന്ദര്യത്തെ പരമാവധി പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കാൻ വേണ്ടി വ്യത്യസ്തമായ രൂപത്തിലുള്ള കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് പുതിയ പുതിയ ട്രെൻഡുകളായിട്ട് സമൂഹത്തിൽ ഇറക്കുമതി ചെയ്യുന്ന പലതും നമുക്ക് പറ്റുമോ പറ്റില്ലേ എന്ന് പോലും നോക്കാതെയാണ് നമ്മൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പ്രവചനമാണ്. ലയതി അലന്നാസി സമാനുൻ, എന്റെ ജനങ്ങൾക്ക് ഒരു കാലഘട്ടം വരും. ലാ യുബാലിൽ മർഉ, ആ മനുഷ്യന്മാർ പരിഗണിക്കുകയില്ല എവിടെ നിന്നാണ് നമ്മൾ എടുക്കുന്നത്, ഇത് ഹലാലാണോ ഹറാമാണോ എന്നത് പരിഗണിക്കാത്ത ഒരു കാലം എന്റെ സമുദായത്തിന് വരുമെന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഗ്ലാമർ, അതുപോലെ തന്നെ ഒരു ഫെസ്റ്റിവൽ മൈൻഡ്, എവിടെയാണോ നമുക്കിങ്ങനെ സന്തോഷിക്കാൻ പറ്റുക അതിലൊക്കെ മുഴുകുക. അത് നമുക്ക് അവിടെ ഹറാമുണ്ടോ ഹലാൽ ഇതൊന്നും നോക്കാണ്ട് മാക്സിമം എങ്ങനെയാണോ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുക, സൗന്ദര്യം, അതുപോലെ തന്നെ നമ്മുടെ സന്തോഷം, ഇതിലൊക്കെ കൂടുതൽ ഏത് മോട്ടിവേറ്റേഴ്സും വന്നിട്ട് പറയാ നീ നിന്റെ സന്തോഷം, നിന്റെ അംബീഷൻ, നിന്റെ പ്ലഷർ, ഇങ്ങനെ 4 പദങ്ങൾ പറഞ്ഞിട്ടാണ് ആളുകളെ കയ്യിലെടുക്കുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അള്ളാഹുവിന്റെ ഒരു ദാസനാണ്. അതുകൊണ്ട് തന്നെ മുസ്ലിം എന്ന് പറഞ്ഞാൽ അസ്ലംതു ലിറബ്ബിൽ ആലമീൻ, ഞാൻ റബ്ബിന് എന്നെ സമർപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞവനാണ്. അതുകൊണ്ട് അള്ളാഹു വിലക്കിയ കാര്യങ്ങളില്ലാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. പച്ച കുത്തുന്ന ഒരു പരിപാടി അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ച് സ്ത്രീകളെ പേരെടുത്തുകൊണ്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ പുരികം പ്ലക്ക് ചെയ്യുന്ന, കൂടുതൽ സൗന്ദര്യം വർദ്ധിക്കാൻ വേണ്ടി പുരികം പറിച്ചെടുക്കുന്ന, മുഖത്തെ രോമങ്ങൾ പറിച്ചെടുത്ത് പ്രത്യേക തരത്തിലൊക്കെ സൗന്ദര്യം വർദ്ധിപ്പിക്കുന്ന നീക്കങ്ങൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ശാപവിധേയരെന്ന് എണ്ണിയ ആളുകളിൽ ഈ പച്ചകുത്തുന്നവരും അതുപോലെ തന്നെ പുരികം പറിച്ച് പ്ലക്ക് ചെയ്യുന്ന ആളുകളും അതുപോലെ തന്നെ അള്ളാഹുവിന്റെ സൃഷ്ടിപ്പിൽ മാറ്റം വരുത്തുന്ന, പല്ലുകൾക്കിടയിൽ കൃത്രിമമായിട്ട് വിടവുകൾ ഉണ്ടാക്കിയിട്ട് സൗന്ദര്യമുണ്ടാക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ചില വിക്രിയകളും പ്രവർത്തനങ്ങളുമൊക്കെ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കിയിട്ടുണ്ട്. അത് ശാപത്തിന് വിധേയമാകുന്ന കാര്യമാണ്. അതുപോലെ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് മുടിവെക്കുന്ന ആളുകൾ, അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അൽ വാസിലത്തു വൽ മുസ്തൗസില ലഅനല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല മുടി
കൂട്ടിച്ചേർക്കുന്നവരെ ശപിച്ചിരിക്കുന്നു എന്നാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിൽ വന്നിട്ട് ഒരു സ്ത്രീയുടെ കാര്യത്തിൽ ചോദിച്ചപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞൊരു ഹദീസാണിത്. അത് പാടില്ല എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഈ കഷണ്ടിക്കും മറ്റു കാര്യങ്ങൾക്കൊക്കെ മെഡിക്കലിയുള്ള ചികിത്സകളുണ്ടാവും. മറ്റു തരത്തിലുള്ള ഇവിടുന്ന് കോശങ്ങളൊക്കെ എടുത്തിട്ട് ചെയ്യുന്ന ചികിത്സകൾ ഹറാമാണെന്ന് പറഞ്ഞിട്ടില്ല. എന്നാൽ പലവിധ സാധനങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മുടി വിഗ് വെക്കുന്ന രീതി, അതിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഒന്ന്, നമ്മുടേതല്ലാത്തൊരു ഫേസ് നമ്മൾ ആളുകളുടെ മുമ്പിൽ കാണിക്കുകയാണ്. രണ്ടാമത്തേത്, ഈ പലതരത്തിലുള്ള സാധനങ്ങൾ വെച്ചുകൊണ്ട് ഈ മുടി സെറ്റ് ചെയ്ത് അത് തലയിൽ ഒട്ടിക്കുകയോ പലതരത്തിൽ തുന്നിച്ചേർക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ വുളു എടുക്കുമ്പോഴും ജനാബത്തിന്റെ കുളി കുളിക്കുമ്പോഴുമൊക്കെ അവിടെ വെള്ളമെത്താത്ത പ്രശ്നങ്ങളുണ്ടാകും. അങ്ങനെ അതിലുപരി അള്ളാന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് വിലക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് അത്തരം കാര്യങ്ങളും ശാപത്തിന് കാരണമാകുന്ന വിഷയമായിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. ഇതുപോലെ തന്നെ സൗന്ദര്യവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ്. നമ്മൾ ഡ്രസ്സ് ധരിക്കും, പക്ഷെ നമ്മുടെ ഔറത്തും അറിയില്ല. ഇന്നിപ്പോ ബോയ്സ് അടക്കം അവരുടെ ഡ്രസ്സ് ചെറുതാക്കുകയാണ്. ഇപ്പൊ ഷർട്ടൊക്കെ അറക്കം കുറച്ചിട്ട് മുറിക്കുക, എന്നിട്ട് ഈ ബെൽറ്റിന് പാകത്തിനാക്കുക. ഒന്ന് കുനിഞ്ഞാൽ അവരുടെ ഔറത്ത് വെളിവാകുന്ന രൂപത്തിൽ. ഒരിക്കലും ഇത്തരം ആരെങ്കിലും എന്തെങ്കിലും ചെയ്യുന്നത് കണ്ടിട്ട് നമ്മളും അതിന് നിൽക്കരുത്. കാരണം നമ്മൾക്ക് പടച്ച റബ്ബ് എന്തിനാണ് വസ്ത്രം? അലങ്കാരത്തിനും നിങ്ങളുടെ ഔറത്ത് മറയാനും. അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വസ്ത്രം, സൗന്ദര്യം അല്ലാഹ് ഒരു വസ്ത്രത്തിൽ ഒരു അജണ്ടയാക്കി വെച്ചിട്ടുണ്ട്. എന്നാൽ അതിലുപരി നമ്മുടെ ഔറത്ത് മറയുക എന്നാണ്. അപ്പൊ ഒരു വൃത്തിക്ക് നല്ല ഭംഗിക്ക് നമ്മൾ വസ്ത്രം ധരിക്കുക എന്നുള്ളതാണ്. ഒരുപാട് ലൂസായിട്ട് പ്രത്യേക തരത്തിലുള്ള പാന്റ് 40-45 കൊല്ലം മുമ്പ് കാലത്തൊക്കെ കണ്ടിരുന്ന തരത്തിലുള്ള പാന്റും രൂപവും കോലവും അത് തന്നെ പലതരത്തിലുള്ള യാതൊരു വൃത്തിയും ഭംഗിയും ഒതുക്കവുമില്ലാത്ത കോലവും രീതിയും ഒരിക്കലും നമ്മൾ സ്വീകരിക്കരുത്. പെണ്ണുങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ധരിച്ച നഗ്നകളായ സ്ത്രീകൾ അവർ ശാപവിധേയരാണ്. അതായത് വസ്ത്രം ധരിച്ചിട്ട് നമ്മുടെ കഴുത്തും നമ്മുടെ പുറവും നമ്മുടെ അവയവങ്ങൾ മുഴച്ചും തെളിഞ്ഞും പച്ചയായും ഒക്കെ കാണുന്ന രീതി അള്ളാഹുവിന്റെ ശാപത്തിന് പാത്രമാകുന്ന വിഷയമാണെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ സ്ത്രീ പുരുഷ സാദൃശ്യം. ഇന്ന് ആണുങ്ങൾക്ക് പെണ്ണുങ്ങൾക്ക് ആണുങ്ങളുടെ ഡ്രസ്സ്, എല്ലാവർക്കും പാന്റും കുപ്പായം അല്ലെ, എല്ലാവർക്കും ഒരേ കാര്യം. അള്ളാന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ലഅന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൽ മുതശബ്ബിഹീന മിനർ റിജാലി ബിൻ നിസാ അൽ മുതശബ്ബിഹാത്തി മിനൻ നിസാഇ ബിർ റിജാൽ. അള്ളാന്റെ പ്രവാചകൻ ശപിച്ചിരിക്കുന്നു സ്ത്രീകളെ അനുകരിക്കുന്ന, സ്ത്രീകളോട് സാദൃശ്യപ്പെടുത്തുന്ന പുരുഷന്മാർ. മീശയും താടിയൊക്കെ ഫുള്ള് വടിച്ച് ക്ലീനാക്കുക, അത് മുതശബ്ബിഹീന മിന റിജാലി ബിൻ നിസാ ആണെന്ന് പണ്ഡിതന്മാർ എണ്ണിയിട്ടുണ്ട്. സ്ത്രീകളോട് സാദൃശ്യപ്പെടണം, അവർക്കാണ് താടി മീശയില്ലാത്തത് അല്ലെ. അപ്പോ ഇത്തരത്തിലുള്ള സാദൃശ്യപ്പെടൽ വസ്ത്രത്തില്, പെരുമാറ്റത്തില്, സ്വഭാവത്തില്, ഇടപെടലുകളില്, ക്രയവിക്രയങ്ങളില് ഒക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല വലൈസ ദക്കറു കൽ ഉൻസ, ആണും പെണ്ണും ഒരിക്കലും തുല്യമല്ല, അവർ തമ്മിലുള്ള ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. ആ വ്യത്യാസങ്ങൾ കണക്കിലെടുത്തുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്ലാമിന്റെ നിയമങ്ങൾ വെച്ചിട്ടുള്ളത്. അത് മനസ്സാ വാച കർമ്മണ അംഗീകരിച്ച് തൃപ്തിപ്പെട്ട് എനിക്ക് വായുവും വെള്ളവും തന്ന എന്റെ റബ്ബ് എനിക്ക് അനുവദിച്ചു തന്നതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമെന്ന് തന്റെ ഇടത്തോടെ പറയാൻ നമുക്ക് സാധ്യമാകേണ്ടതുണ്ട്. അതുകൊണ്ട് പെൺകുട്ടികളൊക്കെ ഇപ്പൊ ഇങ്ങനെ പാന്റും കുപ്പായിട്ട് ഇങ്ങനെ നടന്നു പോകണ കാണാം. അതൊക്കെ നമ്മൾ മാറ്റുന്നതിനെക്കുറിച്ച് ചിന്തിക്കണം. നമ്മളൊരു പെൺകുട്ടി എന്ന നിലക്ക്, ഒരു സ്ത്രീ എന്ന നിലക്ക് ആ ഒരു അസ്തിത്വത്തെയും അതിനോട് ആളുകൾ കാണിക്കേണ്ട ഒരു വഖാറിനെയും, ഒരു സ്ത്രീക്ക് ആളുകൾ കൊടുക്കേണ്ട ഒരു ബഹുമാനത്തെയും റെസ്പെക്റ്റിനെയും അതൊക്കെ ബാധിക്കില്ലേ നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. ശരിക്കും ഇസ്ലാമിക വസ്ത്രം ധരിച്ച് പുറത്തിറങ്ങുന്ന പെണ്ണ് സേഫാണ്. ആ ബസ് സ്റ്റാൻഡിലൊന്ന് ബസ്സും കാത്തിരുന്നാൽ ഒരാളും അവരെ നോക്കാനില്ല. ഇപ്പോ ഹൈന്ദവരായ ആളുകൾ വരെ, സിനിമാ നടിമാരൊക്കെ പറഞ്ഞാൽ ട്രെയിനിൽ പർദ്ദയിട്ട് കയറിയിട്ടുണ്ട്, ആരും എന്നെ മൈൻഡ് ചെയ്യാറില്ല. മറ്റേ ഡ്രസ്സുകളൊക്കെ ഇടുമ്പോ തോണ്ടാനും ചാരാനും ഒക്കെ ആളുകൾ വരാറുണ്ട്. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് നിന്നെ അത് സംരക്ഷിക്കുന്നു പറഞ്ഞ വെറുതെയല്ല. അതുകൊണ്ട് പർദ്ദ എന്നുള്ളതല്ല, നമ്മുടെ ശരീരം നല്ല അഴഞ്ഞ വസ്ത്രം കൊണ്ട് എല്ലാ ഭാഗവും വൃത്തിക്ക് മറഞ്ഞാൽ തന്നെ ഒരു പെണ്ണിന് ഏറ്റവും നല്ല ബ്യൂട്ടി അതാണ്. അവിടെ ഇവിടെയും കാണിച്ച് നടക്കുന്നതിനേക്കാളൊക്കെ നമ്മളൊരു റിലീജിയസ് ഗേളാണ് എന്ന് നമ്മളെ നോക്കുന്നവർക്ക് മനസ്സിലാണില്ലെങ്കിൽ അള്ളാഹുവിന്റെ ശാപമുണ്ടാകും, അനുഗ്രഹത്തിൽ നിന്ന് നമ്മൾ ആട്ടിയകറ്റപ്പെടുന്ന സാഹചര്യങ്ങളുണ്ടാവും. അതുപോലെ തന്നെ ഒരുപാട് വിഷയങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുണ്ട്. ഇപ്പോൾ ആളുകൾ ഇപ്പോൾ ബസ് സ്റ്റാൻഡ്, പബ്ലിക് പ്രോപ്പർട്ടീസ്, ഇവിടെയൊക്കെ മൂത്രമൊഴിക്കുക, കാർക്കിച്ച് തുപ്പ അല്ലെ. ഒരു KSRTC സ്റ്റാൻഡിലൊക്കെ പോയി കഴിഞ്ഞാൽ ഒന്ന് സ്വസ്ഥമായിട്ടൊരു ഫ്രഷ് എയർ പോലെ നമുക്ക് കിട്ടും. അവിടെ ഇവിടെയൊക്കെ കാർക്കിച്ച് തുപ്പി അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ശപിച്ച ആളുകളിൽപ്പെട്ട ആളുകളാണ് ഈ തണൽ വൃക്ഷത്തിന് ചുവട്ടിൽ മൂത്രമൊഴിക്കുന്ന, മലമൂത്ര വിസർജനം നടത്തുന്ന ജനങ്ങളുടെ വഴിയിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, ഇത്തഖുൽ ലഅനൈൻ, 2 ശാപവിധേയരെ നിങ്ങൾ സൂക്ഷിക്കണം. സഹോദരിച്ചു അത് ആരാണ് ചോദിച്ചു.
അപ്പോൾ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലദീ യതഖല്ലാ ഫീ ത്വരീഖിൻ നാസ് ഔ ഫീ ദില്ലിഹിം, ജനങ്ങൾ ഇങ്ങനെ തണൽ കൊള്ളുന്ന, റെസ്റ്റ് എടുക്കുന്ന, വിശ്രമിക്കുന്ന, അങ്ങനത്തെയൊക്കെ പബ്ലിക് പ്രോപ്പർട്ടീസിൽ മലമൂത്ര വിസർജനം നടത്തുന്ന ആളുകൾ. അതുകൊണ്ട് നല്ല ശ്രദ്ധ നമ്മൾ പബ്ലിക്കിലൊക്കെ ശ്രദ്ധിക്കണം. അവിടെ നിന്ന് വൃത്തികേടാക്കാതിരിക്കാനും മാലിന്യങ്ങൾ നിക്ഷേപിക്കാതിരിക്കാനും. നോക്കൂ, നിങ്ങൾ ഇസ്ലാം എത്ര സുന്ദരമാണ്. നമ്മൾ ജീവിതത്തിൽ പാലിച്ചു കഴിഞ്ഞാൽ ഒരു നല്ല മനുഷ്യനെ ക്രിയേറ്റ് ചെയ്യുകയാണ് യഥാർത്ഥത്തിൽ ഇസ്ലാം ചെയ്യുന്നത്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള സ്വഭാവങ്ങളൊക്കെ നമ്മൾ പാലിച്ച് വരിക. അതുപോലെ തന്നെ ഇപ്പോ അതിര്, എല്ലാവർക്കും പെരക്കൊരു അതിരും ഇതൊക്കെ ഉണ്ടാവും. അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി നാട്ടുന്ന ആളുകൾ, അവരെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ശപിച്ചിട്ടുണ്ട്. അള്ളാഹു അല്ലാത്തവർക്ക് അറിവ് നടത്തുന്ന ആളുകൾ, അതുപോലെ തന്നെ കുറ്റവാളികൾക്ക് അഭയം കൊടുക്കുന്ന ആളുകൾ, മാതാപിതാക്കളെ ശപിക്കുന്ന ആളുകൾ, അതുപോലെ തന്നെ ഭൂമിയിലെ അതിർക്കല്ലുകൾ മാറ്റി നടുന്ന ആളുകൾ, ഇവർക്കൊക്കെ അള്ളാഹുവിന്റെ ശാപമുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഈ ജന്തുക്കളെ, കുറച്ച് മുമ്പ് വന്നൊരു വീഡിയോ ആയിരുന്നു, ഒരു കോഴിയെ ജീവനോടെ ഒരാളിങ്ങനെ തൊലി പൊളിച്ചിട്ട് അതിനിങ്ങനെ വെട്ടി നുറുക്കുന്നൊരു വീഡിയോ. അയാൾക്കെതിരെ പോലീസ് കേസെടുത്തു. ഇങ്ങനെയുള്ള ചില ക്രൂരന്മാരായ മനുഷ്യന്മാരുണ്ട്. ജീവനോടെ ഒരു ജന്തുവിനെ ഇങ്ങനെ ചെയ്യുന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നിഷിദ്ധമാക്കിയിട്ടുണ്ട്, ശപിച്ചിട്ടുണ്ട്. ലഅനൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മൻ മസ്സല ബിൽ ഹയവാനാത്ത്, ജീവനോടുകൂടെ ഒരു ജീവിയുടെ അംഗങ്ങൾ മുറിച്ചു മാറ്റുന്ന, അവയവങ്ങൾ മുറിച്ചു മാറ്റുന്ന പ്രവർത്തനത്തെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കിയിട്ടുണ്ട്. ശാപം അവർക്ക് വിളിച്ചോതിയിട്ടുണ്ട്. അത് മൃഗങ്ങളോട് പോലും കരുണ കാണിക്കും. മൃഗങ്ങളെ ദ്രോഹിച്ചാൽ പോലും അള്ളാഹുവിന്റെ ശാപമുണ്ടാവും. ചില ആൾക്കാർക്ക് അങ്ങനെ ഉണ്ടാവും. കോയിനെ കണ്ടാൽ പറ്റൂല, പൂച്ചനെ കണ്ടാൽ പറ്റൂല, കാണുന്നിടത്തൊരു എറിഞ്ഞൊടിച്ച് കല്ലൊടിച്ച് അതിന്റെ കാലൊടിച്ച് അല്ലെ, കാണുന്നിടത്തൊരു ഫുട്ബോൾ തട്ടണ പോലെ തട്ടിത്തെറിപ്പിക്കുന്ന കുറെ ആൾക്കാരുണ്ടാവും. അതിനോടൊക്കെ ഒരു നന്ദി കാണിക്കണം. ഫലൗലുൽ ബഹാഇം ലം തുംതിറൂ എന്ന റസൂലുള്ളാഹ്, ഈ ജന്തുക്കളൊന്നും ഇവിടെ ഇല്ലായിരുന്നെങ്കിൽ ഒരു തുള്ളി വെള്ളം പോലും നിങ്ങൾക്ക് കിട്ടുമായിരുന്നില്ല എന്നാണ്. അതുകൊണ്ട് അവരൊക്കെ ഉള്ളത് കൊണ്ടാണ് നമുക്കിവിടെ കാരുണ്യവും സംഗതിയൊക്കെ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. പച്ചക്കരളുള്ള എന്തിനോടും കരുണ കാണിക്കാൻ റസൂലുള്ളാഹ് പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അള്ളാഹുവിന്റെ ശാപകോപങ്ങൾക്ക് പാത്രമാകുന്ന ഒരു പിടി ഒരുപാട് മേഖലകൾ ടച്ച് ചെയ്യുന്ന വിഷയങ്ങളാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഇതൊക്കെ ഒന്നുകൂടെ ഒന്ന് ആവർത്തിച്ച് കേൾക്കാനും പഠിക്കാനും നമ്മൾ ശ്രദ്ധിക്കുക. നമ്മുടെ ജീവിതത്തെ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട നിലക്ക് മാറ്റി മറിക്കാൻ നമ്മളെല്ലാവരും ശ്രദ്ധിക്കുക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ ഒരു പരിശുദ്ധ മുഹറം മാസത്തിൽ നമുക്ക് അശുറാഇന്റെ അതുപോലെ തന്നെ താസുആഇന്റെ ഈ നോമ്പുണ്ട്. പ്രവാചകൻ അതിന്റെ മഹത്വങ്ങൾ നമ്മളെ കൃത്യമായി പഠിപ്പിച്ചിട്ടുണ്ട്. ഫർദ് നോമ്പ് കഴിഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠമായ നോമ്പ് എന്ന് റസൂലുള്ളാഹ് പരിചയപ്പെടുത്തിയ നോമ്പാണ് മുഹറം മാസത്തിലെ നോമ്പ്. അതായത് റമദാനിലെ നോമ്പ് കഴിഞ്ഞാൽ ഏറ്റവും മഹത്വമാണ് മുഹറം 9, 10. ഇപ്പൊ നോമ്പ് നീക്കുമ്പോൾ ചില ആൾക്കാർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. സുഹൃത്തുക്കൾ, നമ്മുടെ പാപങ്ങൾ നമ്മുടെ രേഖയിലുണ്ട്, അള്ളാഹുവിന്റെ മലക്കൾ എഴുതി വെച്ചിട്ടുണ്ട്. അത് പടച്ചോ മായ്ച്ചെന്നില്ലേ നമ്മൾ എന്ത് ചെയ്യും? അതുകൊണ്ട് മായ്ക്കപ്പെടാനുള്ള അവസരങ്ങളാണ് ഇതൊക്കെ. റസൂലുള്ളാഹി പറഞ്ഞു, അയ്യുകഫിറ സനതല്ലതി ഖബ്ല, അശുറാഇന്റെ നോമ്പിന് മുഹറം 10ന്റെ നോമ്പ് നോറ്റാൽ കഴിഞ്ഞ ഒരു കൊല്ലത്തെ പാപങ്ങൾ പൊറുക്കപ്പെടുമെന്നാണ്. റസൂലുള്ളാഹി നോറ്റത് 10 അടുത്ത വർഷം ഞാൻ ഉണ്ടെങ്കിൽ 9 നോൽക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ നോറ്റത് 10 നോൽക്കാൻ ആഗ്രഹിച്ചത് 9 എന്ന നിലയ്ക്ക് 9ഉം 10ഉം നമുക്ക് സുന്നത്തായ നോമ്പാണതുകൊണ്ട് മുഹറം 9ഉം 10ഉം നോമ്പ് അനുഷ്ഠിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ എല്ലാ വീഴ്ചകളും അള്ളാഹു പുറത്തു തരട്ടെ. നമ്മുടെ എല്ലാ വിഷമങ്ങളും അള്ളാഹു ദൂരീകരിച്ചു തരട്ടെ. സമാധാനത്തോടെയും സന്തോഷത്തോടെയും ജീവിക്കാനുള്ള അവസ്ഥകൾ അള്ളാഹു നമുക്ക് എല്ലാവർക്കും ഉണ്ടാക്കട്ടെ. നമ്മുടെ മക്കൾക്ക് അള്ളാഹു ബർക്കത്തും റഹ്മത്തും ഉയർച്ചയും വളർച്ചയും വിജയവും ദീനിയായിട്ട് ദുനിയവിയായിട്ട് നൽകുമാറാവട്ടെ. നമ്മൾ ഭയക്കുന്ന എല്ലാ കാര്യങ്ങളും അള്ളാഹു നമ്മെ തൊട്ട് അകറ്റുമാറാവട്ടെ. മാറാ രോഗങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മളെ എല്ലാവരെയും കാത്തു രക്ഷിക്കുമാറാവട്ടെ. നമ്മിലെ രോഗികൾക്ക് അള്ളാഹു ശിഫാഉൻ ആജിൽ സമ്മാനിക്കട്ടെ. മരിച്ചുപോയ നമ്മുടെ സഹോദരങ്ങൾക്ക് അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ സമ്പത്തിൽ, നമ്മുടെ സമയത്തിൽ, നമ്മുടെ ആരോഗ്യത്തിൽ, നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ മക്കളിൽ എല്ലാറ്റിലും അള്ളാഹു ബർക്കത്തും റഹ്മത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. അള്ളാഹുവിന്റെ ദീനിനെ ആഴത്തിൽ പഠിക്കാൻ, അത് ഉൾക്കൊണ്ട് ജീവിക്കാൻ, ദീനിനെ ഒരു അഭിമാനമായി കണ്ട് മുന്നോട്ട് പോകാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. ജീവിതത്തിൽ സംഭവിച്ച എല്ലാ തെറ്റുകളും അള്ളാഹു നമുക്ക് എല്ലാവർക്കും വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഏത് സമയത്ത് മരിച്ചാലും പടച്ചറബിന് ഇഷ്ടപ്പെട്ടവരായി മരിച്ചു പിരിയാനുള്ള തൗഫീഖ് നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ. അള്ളാഹു നമ്മുടെ രാജ്യത്ത് സമാധാനവും സന്തോഷവും സ്വാതന്ത്ര്യവും നിലനിർത്തി തരുമാറാവട്ടെ. ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ പ്രയാസപ്പെടുന്ന, കഷ്ടപ്പെടുന്ന ഫലസ്തീനികളെ പോലുള്ള ആളുകൾക്ക് അള്ളാഹു രക്ഷയും ആശ്വാസവും പ്രദാനം ചെയ്യുമാറാവട്ടെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിൽ ഹജാത്ത്. അല്ലാഹുമ്മ റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബൻ നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.